നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയായില്ല, പരിഹസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടും LDF ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രമുഖ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നുവെന്നും ചിഹ്നം പ്രശ്നമല്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. OLXന്റെ ലോഗോയും പോസ്റ്റിനൊപ്പം രാഹുൽ പങ്കുവച്ചിട്ടുണ്ട്. മാങ്കൂട്ടത്തിന്റെ പരിഹാസത്തിന് പ്രതികരണവുമായി DYFI സംസ്ഥാന കമ്മിറ്റി അംഗം SK സജീഷും രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പനാണെന്നും അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിലൂടെ വ്യക്തമാകുന്നത് രാഷ്ട്രീയ പക്വതക്കുറവാണെന്നും SK സജീഷ് പറഞ്ഞു. ഒരു വാർത്താ ചാനലിലെ പരിപാടിക്കിടെയായിരുന്നു SK സജീഷിന്റെ പ്രതികരണം. അത്തരം പോസ്റ്റുകളിലൂടെ വ്യക്തമാകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതക്കുറവാണ്. രാഷ്ട്രീയമെന്നത് പരസ്പരം ട്രോളലും തമാശയായി അവതരിപ്പിക്കലും അതിലൂടെ പബ്ലിസിറ്റി നേടലുമാണ് എന്നൊക്കെ കരുതുന്ന അല്പത്തരത്തിന്റെ പ്രതീകമായി അദ്ദേഹം മാറുകയാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്ന സാഹചര്യം LDFിലില്ല. CPMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന രീതിക്ക് ഓരോ ഘട്ടങ്ങളുണ്ട്. അതെല്ലാം പൂർത്തിയാക്കി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന ഘടകം സജ്ജമാവുക എന്നതാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിക്കാൻ ഇത് ഓട്ടമത്സരമൊന്നുമല്ല, രാഷ്ട്രീയ മത്സരമാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്ക് കേരളത്തിൽ മുൻതൂക്കമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും SK സജീഷ് പറഞ്ഞു. ഇന്നലെയാണ് കോൺഗ്രസ് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം AICC പുറത്തിറക്കിയിരുന്നു. ദീർഘകാലം നിലമ്പൂർ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. 2016 നിലമ്പൂരിൽ PV അൻവറിനോട് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടിരുന്നു. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയാണ് ആര്യാടൻ ഷൗക്കത്ത്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ PV അൻവറും VS ജോയിയും ഇടഞ്ഞത് കോൺഗ്രസിനെയും UDFിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. അൻവർ മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തിയപ്പോൾ സീറ്റ് നിഷേധിച്ചതിൽ VS ജോയി പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തി. അൻവറിന്റെ അവസാന നിലപാട് കൂടി അറിഞ്ഞിട്ടാവും LDF സ്ഥാനാർത്ഥിയെ പരിഗണിക്കുക എന്നാണ് വിവരം.